ആലപ്പുഴയിലെ വിനോദസഞ്ചാരികളുമായുള്ള സവാരിക്കിടെ മുങ്ങിയ ഹൗസ് ബോട്ടിന് ലൈസൻസും ഫിറ്റ്നസും ഇല്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. 2019 മെയ്യിൽ ഫിറ്റ്നസും 2021 ലൈസൻസ് കാലാവധിയും കഴിഞ്ഞുവെന്നാണ് പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. അപകട സൂചന നൽകുന്ന വാട്ടർ ഫയർ അലാറങ്ങൾ പ്രവർത്തനരഹിതമായിരുന്നുവെന്നും കണ്ടെത്തി. ആനൂർ ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി.കെ. മോഹനന്റെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. തുറമുഖ വകുപ്പ് ചീഫ് സർവേയർ ക്യാപ്റ്റൻ അലക്സ് ആന്റണി നടത്തിയ പരിശോധനയിൽ അപകടത്തിൽപ്പെട്ട ഹൗസ് ബോട്ടിന് സവാരി നടത്താനുള്ള ഒരു രേഖകളുമില്ലെന്ന് വ്യക്തമായി. 2019 മെയ് 13 ഹൗസ് ബോട്ടിന്റെ ഫിറ്റ്നസ് തീർന്നിരുന്നു. 2021 ജനുവരി 18 ലൈസൻസ് കാലാവധിയും അവസാനിച്ചു. എന്നിട്ടും ഇവ പുതുക്കുന്നതിനാവശ്യമായ അപേക്ഷ പോലും ബോട്ടുടമ സമർപ്പിച്ചിട്ടില്ലെന്ന് പരിശോധനാ സംഘം വ്യക്തമാക്കുന്നു. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ബോട്ട് തന്നെ അതിന്റെ രജിസ്ട്രേഷന്റെ വാലിഡിറ്റിയോ ഒക്കെ കഴിഞ്ഞ ബോട്ടാണെന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഫാക്ച്വൽ ആസ്പെക്റ്റ് ആണ്. അതെല്ലാം സബ്ജക്ട് ടു കറക്ഷനാണ്. നമുക്ക് കിട്ടിയുള്ള ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇപ്പൊ ഈ ബോട്ടിന്റെ തന്നെ പറഞ്ഞ പോലെ ഒത്തിരി കാലപ്പഴക്കമുള്ള ബോട്ടാണ്. അതിന്റെ മെക്കാനിക്കലായിട്ടുള്ള കുറെ ഡിഫക്റ്റുകൾ ഉണ്ടായിരുന്നു. വെള്ളം കയറിയാൽ അപകടം ഉണ്ടാവുന്ന സൈറൻ അതൊന്നും ഇതിനകത്തില്ല. തിങ്കളാഴ്ചയാണ് വേമ്പനാട് കായലിൽ വെള്ളം കയറി ഹൗസ് ബോട്ട് മുങ്ങിയത്. കണ്ണൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആര്യമോൾ എന്ന ബോട്ടാണ് മുങ്ങിയത്. ബോട്ടിലുണ്ടായിരുന്ന ആന്ധ്ര സ്വദേശികളായ 2 വിനോദസഞ്ചാരികളെ സമീപത്തുള്ള ബോട്ടുകാർ രക്ഷപ്പെടുത്തി. പുന്നമട സായി ജലകായിക പരിശീലന കേന്ദ്രത്തിന് സമീപം വെച്ചായിരുന്നു അപകടമുണ്ടായത്. റിപ്പോർട്ടർ, ആലപ്പുഴ.